സാർ ചേഞ്ച് ഇല്ല സാർ. സാരമില്ല. ഇരിക്കും സ്ഥലത്തെ. താങ്ക് യു സാർ. ഞാനിപ്പോൾ കഥ കേട്ടിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പം കഥ വെച്ചുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഹീറോയ്ക്ക് ഡേറ്റ് ഉണ്ടോ? പറയേ, എടുക്കാം. നിനക്ക് അഭിനയിക്കാൻ ശ്രമിച്ചുകൂടെ? ഒരു നടിയുടെ ഗോസിപ്പുണ്ടെങ്കിലും ഹീറോ ആവാം. നീയാണ് പോപ്പുലറൈസ് ചെയ്തൊരു നടിയാ കല്യാണം കഴിച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് നീ ട്രൈ ചെയ്യ്. ചാൻസ് നിനക്ക് ഉറപ്പാണ്. ഇത് പ്രേം നസീറിൻ്റെ നാടാണ് സാർ. നീ ഒന്ന് പോ ശരത്തെ. ഇന്ന് പടം കാണാൻ വരുന്നവൻ നാളത്തെ ഹീറോയാ. അതൊക്കെ ട്രൈ ചെയ്തിട്ടല്ലേ? നിനക്കാണെങ്കിൽ ഒരു വഴിയുമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ. നീയാണെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ ഒരു നടിയുടെ ഭർത്താവാണ്. സംശയിക്കണ്ട, പരിശ്രമിച്ച് മുന്നേറൂ. ഒത്തിരി നന്ദിയുണ്ട് സാർ. ഞാൻ വരാം. തന്നെ കണ്ടിട്ട് ഒരാഴ്ചയായല്ലോ. എവിടെ ആയിരുന്നു ഇതുവരെ? ഷൂട്ടിംഗ് ആയിരുന്നു സാർ. നമ്മളോട് വേണ്ട കേട്ടാ. ശരത്തെ, എന്തായി മുസ്തഫ? മാനേജർ ഓക്കെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊട്ടും താല്പര്യമില്ല ശരത്തെ. എന്ത് വന്നാലും നേരിടണം. ജീവിതത്തോട് മല്ലിടാൻ തീരുമാനിച്ച ഒരിക്കലും നമ്മൾ തോക്കില്ല മുസ്തഫ. നിരാശയോടെ ഇറങ്ങി തിരിച്ചാൽ തോൽവി തീർച്ചയായിട്ടും ഉറപ്പാണ്. മുസ്തഫ, സാറാ ഇൻചാർജ്. ഇതിൽ ലൈസൻസ്, RC ബുക്ക്, എല്ലാ പേപ്പേഴ്സും ഇതിനകത്തുണ്ട്. ഇതിലുള്ള അഡ്രസ്സിൽ പോയിക്കോളൂ. ആ, താങ്ക് യു. ഓക്കെ. ഫിലോമിനെ ഫോൺ ചെയ്ത് കാണുമല്ലേ? നീ ഒരുപാട് ചിന്തിച്ചും കാണുമല്ലേ എന്തിനാ ഡ്രൈവറായെന്ന്? ജീവിക്കാൻ സ്നേഹം മാത്രം പോരാ മൈഥിലി. വാ, എന്തെങ്കിലും കഴിക്കാം. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം, നീ വൃത്തിയായി സൂക്ഷിക്കുന്ന ഈ വീട്, നിന്റെ ഈ നോട്ടം, നമ്മൾ ഒരുമിച്ചുള്ള സമയം, അങ്ങനെ ഈ വീട് മുഴുവൻ നിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന പോലെ. പുറത്തിറങ്ങുമ്പോഴും നിന്നെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മൈഥിലി. വാ. ഞാനൊരു ഡയറക്ടറാണ് ഈ ലോകം അറിയുന്നതിന് മുമ്പ് മൈഥിലിയുടെ ഭർത്താവായിട്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പലരെയും ഞാൻ കണ്ടു. ഓരോരുത്തർ എന്നെ കാണുമ്പോൾ ചിരിക്കുക, അവരുടെ ഒരു നോട്ടവും, എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട് മൈഥിലി. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല.
നീർ ചാവുകയാണ് മൈഥിലി. അതുകൊണ്ടാ കുറച്ചു നാളെ സിനിമയിൽ നിന്ന് മാറി നിൽക്കാന്ന് കരുതി ഡ്രൈവറായത്. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നീണ്ട 16 വർഷങ്ങളായിട്ട് താൻ ചാൻസ് അന്വേഷിച്ച് അലയാണെന്ന് കുട്ടപ്പൻ എപ്പോഴും എന്നോട് വിഷമിച്ചുകൊണ്ട് പറയുമായിരുന്നു. ഒരുപക്ഷെ അവന്റെ മനസ്സ് മടുത്തിട്ടായിരിക്കും ഞാൻ എഴുതിയ കഥ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അവനെങ്കിലും നന്നായിട്ടിരിക്കട്ടെ. അച്ഛന് തീരെ സുഖമില്ലെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇനി ഒരിക്കലും മൈഥിലി എന്നെ കാണാൻ വരില്ലെന്ന് ഫിലോമിന ചേച്ചിയോട് അച്ഛൻ ചോദിച്ചു എന്ന്. ഒന്ന് കണ്ടിട്ട് വരട്ടെ. കാണണം, നീ കാണണം മൈഥിലി. ഞാൻ മുസ്തഫയോട് വരാൻ പറയാം. നീ പോയിട്ട് വാ. നിന്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരിക്കുമല്ലോ. സാരമില്ല, പോയിട്ട് വാ. അതെ, നമ്മുടെ ജീവിതാവസാനം വരെ ഈ സ്നേഹത്തിന് കുറവ് വരില്ലല്ലോ. ഒരിക്കലുമില്ല. നീ സിനിമയിൽ അഭിനയിച്ചിട്ടിപ്പോൾ കുറേ നാളായല്ലേ. ഇതുപോലുള്ള സീനിനായി ഇപ്പോൾ തിയേറ്ററിലെ കയ്യടി. ആ ക്രിക്കറ്റ് കളി നന്നായി നടക്കട്ടെ. നിങ്ങളുടെയൊക്കെ സമയം കൊള്ളടാ, കളിക്കടാ. വരൂ മുസ്തഫ. ബിസിയാണോ? ആളെ കാണാനേ ഇല്ല. നാളെ മുതലാ തിരക്ക്. എന്താ? ആ ഹനുമാന്റെ അസിസ്റ്റന്റ് ആയിട്ടേ വാലൊക്കെ ഇങ്ങനെ വീശി വീശി. ചിരിക്കാൻ പറ്റുന്നില്ല മുസ്തഫ. എന്തുണ്ടായി മൈഥിലി? ഞാൻ പോവാണ് മുസ്തഫ. പോവാന്നോ? ഞാൻ ശരത്തിനെ വിട്ടിട്ട് പോവാണ് മുസ്തഫ. എന്തിന്? 10 വർഷം കൊണ്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്നെ കല്യാണം കഴിച്ച് സന്തോഷിപ്പിക്കാനായിരുന്നു. ഞാനില്ലെങ്കിലും സാരമില്ല മുസ്തഫ. ശരത്ത് ഡയറക്ടർ ആവണം, എല്ലാവരും ബഹുമാനിക്കണം. അങ്ങനെ ഒരു അന്തസ്സോടെ ഞാൻ ശരത്തിനൊപ്പം ജീവിക്കും. ഞാൻ പോയെന്ന് പറഞ്ഞേക്ക് വേറൊന്നും പറയണ്ട. വിഷമം ഉണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവണം മുസ്തഫ. എന്തായി മുസ്തഫ? മൈഥിലിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പ്രഷർ കൂടിയതാ. മൈഥിലിക്ക്? ഏയ് അങ്ങനെയൊന്നുമില്ല. മൈഥിലി കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നടാ. അല്ല, നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? അത് അച്ഛനൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞ് മൈഥിലി അവരോടൊപ്പം പോയടാ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ അത്?
മൈഥിലി ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോയത്.